നിങ്ങള് കുട്ടികളെ തല്ലുന്നവരാണോ? കുട്ടികളെ അടിക്കാൻ പാടില്ല എന്ന് പറയാൻ പല കാരണങ്ങളുണ്ട്. പ്രധാനമായിട്ടും കുട്ടികളെ അടിക്കുന്നത് നമുക്കിഷ്ടമല്ലാത്ത വല്ലതും ചെയ്തതിന്റെ പേരിലായിരിക്കാം. നമുക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ആ സ്പോട്ടിൽ അവരെ അടിക്കുക എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അവർ ആ അടിയിൽ ഒരു പാഠവും പഠിക്കുന്നില്ല. താൽക്കാലികം അവരെ ഭയപ്പെടുത്തി പേടിപ്പിച്ച് നിർത്തുക എന്നുള്ളതിന്റെ അപ്പുറത്ത് പ്രത്യേകിച്ച് അവരെ അടിക്കുന്നത് കൊണ്ട് വേറെ ഒരു നേട്ടവും ഇല്ല എന്ന് മാത്രമല്ല, അവരിലുള്ള ഒരുപാട് സ്കില്ലുകൾ നഷ്ടപ്പെടാൻ ആ അടി കാരണമാകുമെന്നുള്ള സത്യം നമ്മൾ അറിയാണ്ട പോകരുത്. പലപ്പോഴും നമ്മൾ എന്തിനാ കുട്ടികളെ അടിക്കുന്നത്? കുട്ടികൾ നന്നാകാൻ വേണ്ടിയാണെന്ന പേര് പറഞ്ഞിട്ട് നമ്മുടെ ദേഷ്യം നമ്മുടെ പകപോക്കലിന് വേണ്ടി മാത്രമാണ്. താൽക്കാലികമായിട്ട് അവർ ചെയ്യുന്ന ദുഷിച്ച പ്രവർത്തനങ്ങളോട് നമുക്കൊരിക്കലും സമരസപ്പെടാൻ പറ്റാത്തതിന്റെ പേരിൽ ആ ദേഷ്യം അവരുടെ മുമ്പിൽ പ്രകടിപ്പിച്ച് ആ ദേഷ്യം പകപോക്കാൻ വേണ്ടി നമ്മൾ അടിക്കുന്നു എന്നുള്ളതിന്റെ അപ്പുറത്ത് കുട്ടികൾ നന്നാകാൻ വേണ്ടി എന്നുള്ള യഥാർത്ഥ മനസ്സും യഥാർത്ഥ ഉദ്ദേശവും നമുക്കുണ്ടെങ്കിൽ കുട്ടി നന്നായിരിക്കും. അതുകൊണ്ട് കുട്ടികളെ അടിക്കുന്നതിന് പകരം നോർമൽ മൈൻഡിൽ കുട്ടികളെ നല്ലത് പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള പരിഹാരമെന്ന് ഓർമ്മിക്കുക.